വയനാട് മൊത്തം അലമ്പായിക്കൊണ്ടിരിക്കുക. തണുപ്പൊക്കെ കുറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കാം. എന്നാ പറയുന്നു? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല? നീ വേറെ എവിടെയോ? ഞാനേ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഉണ്ടെങ്കിൽ പിടിച്ച് തിന്നോ? അല്ല അതല്ല, പിന്നെ നമുക്ക് അവിടേക്ക് അങ്ങോട്ട് നടന്നാലോ? അയ്യോ, ഇത്ര വണ്ടി ഓടിച്ചിട്ട് ഇനി നടക്കാനോ? നമുക്കിവിടെ എവിടെ ഇരിക്കാം കുറച്ചു നേരം. എന്നാ അവിടെ ഇരിക്കാം. ആ അല്ല, നമുക്ക് അതിനകത്തിരുന്നാലോ? അവിടെയോ? അതെന്നാത്തിനാ അതിനകത്ത് കയറിയിരിക്കുന്നത്? ഇവിടെ നല്ല രസമല്ലേ? എന്നാടാ? ഒന്നുമില്ല. പറയണ കേൾക്കാ. എന്നാ നിനക്ക് എന്നെ ഒരു വിലയില്ലല്ലോ. ഇവിടെ ഇപ്പൊ വിലയിടാൻ മാത്രം എന്നാ ഉണ്ടായേ? ഞാൻ അതിനകത്ത് ഇരിക്കാന്ന് പറഞ്ഞപ്പോ നീ ഇപ്പൊ എന്നെ പുച്ഛിച്ചില്ലേ? എടാ, ഇവിടെ ഇരുന്നാ പോരെ, അതിനകത്ത് കയറി ഇരിക്കേണ്ട വല്ല കാര്യം ഉണ്ടോന്നാ ചോദിച്ചേ. ഇവിടെ ഇരുന്നാ ഇപ്പൊ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ നോക്കാനോ ഒക്കെ തോന്നുന്നുണ്ട്. അതിപ്പോ ഇവിടെ വെച്ച് പറ്റുമോ? കെട്ടിപ്പിടിച്ചോടാ, അതിനിപ്പ എന്നാ? പ്രൈവസി ഒക്കെ വേണ്ടേ? എടാ, ഇവിടെ മൊത്തം പ്രൈവസി അല്ലേടാ. കെട്ടിപ്പിടിച്ചോ. ഉണ്ടാക്കല്ലേ? ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ വീഴുമെന്ന് എനിക്കറിയാമല്ലോ. ഇങ്ങോട്ടാ ബൈക്ക് എടുക്കണ്ടേ? എന്നാത്തിനാ? അതവിടെ വെച്ചാ പോരെ? നമ്മുടെ കൂടെ വന്ന ആളല്ലേ, നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്ന മൂപ്പരും കൂടെ ഒന്ന് കണ്ടോട്ടെ. അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. എടാ, ബൈക്ക് ഇവിടെ വെച്ചാ ആരേലും കാണും, അവരിങ്ങോട്ട് വരും. അതല്ലേടാ നിന്റെ പേടി? അധികം തള്ളൊന്നും വേണ്ട, ഇവിടെ അങ്ങ് വെച്ചേക്ക്. ഇവിടെ വെച്ച് ആരും കാണത്തൊന്നുമില്ല. ഹണിമൂൺ സ്റ്റൈൽ സെറ്റപ്പ് ഒക്കെയാണ്. അപ്പോഴേക്കും അതിന് ഇവിടെയൊക്കെ ഫ്ലാറ്റ് കിട്ടും. ഒട്ടും മീറ്റ് ചെയ്യണ്ടല്ലേ, ഇപ്പൊ തന്നെ ആക്കിയേക്കാം. എടാ, നിന്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാത്തിനാ പ്രേമിക്കാൻ? എന്നാത്തിനാ മടിയിൽ കിടക്കുന്നത്? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരുന്നാ പോരെ? അത് മതി. അല്ല, മടിയിലൊക്കെ കിടന്നിങ്ങനെ കണ്ണിലേക്കൊക്കെ നോക്കി അല്ലേ എൻ്റെ രീതി. നിനക്ക് എൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൈ ഇടണം. അതിന് എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ ഞാൻ മടി കിടക്കണം. സ്ട്രാറ്റജികളാ സംഭവം. സ്ട്രാറ്റജി ആയിരുന്നല്ലേ? നിന്നെ പോലത്തെ ചെറുക്കന്മാർക്ക് ചെഗ്വേരയുടെ കോസ്റ്റ്യൂമും വേണു നാഗവള്ളിയുടെ മനസ്സെന്നാ ചാച്ചൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട്? അതിനറിയത്തില്ലേ? അല്ല, ഈ
എൻ്റെ വിയർപ്പിനോളം ആകാശത്തിനോളം അമ്മാതിരി സ്ഥിരം ഡയലോഗൊന്നും വേണ്ട. ശരിക്കും വേണം. എത്ര ഇഷ്ടമാണ്. പറ. ഞാൻ ആലോചിച്ച് പറഞ്ഞ നീ എന്നെ കളിയാക്കും. ഇല്ല, പറഞ്ഞോ, കേൾക്കട്ടെ. ബൈബിളിലെ ഒരു ഡയലോഗില്ലേ, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം, നീ ഉറങ്ങിയില്ലെങ്കിലും അവളെ ഉറക്കണം. അത് മതിയോ? ഇത്രയ്ക്കൊന്നും വേണ്ട. തൽക്കാലം ഒരു കാര്യം പറഞ്ഞാൽ മതി. നിനക്ക് എന്നെയാണോ ഇഷ്ടം, എൻ്റെ ശരീരമാണോ? അല്ല, ശരീരം ഇഷ്ടപ്പെടുന്നത് അത്ര മോശം പരിപാടിയൊന്നുമല്ല. എന്നാലും എന്തിനാ ഇതൊക്കെ ചോദിച്ച് ടൈം സ്പോയിൽ? എടാ, എന്നാലും ഒരു ഉറപ്പിന്. തിരിച്ചു പോവാം. ആദ്യം പറഞ്ഞിട്ട് പോവാം. വിശ്വാസമില്ലല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു? നീ എപ്പോഴേലും വിശ്വാസം എന്നുള്ള വാക്കിന് പിരിച്ചു നോക്കിയിട്ടുണ്ടോ? അതിലെ ശ്വാസം എടുത്തു കളഞ്ഞാൽ പിന്നെ ആ വാക്കില്ല. ഞാനാ വാക്ക, നീ അല്ലേ ശ്വാസവും. എന്നിട്ട് എവിടെ ഇരുന്നാ നിങ്ങൾ കണ്ടത്? ഞാൻ ചെടികളുടെ ഇടയിൽ മറിഞ്ഞിരുന്നു. അവര് കണ്ട? ഞാൻ ശ്വാസം പിടിച്ചിരിക്കുകയല്ലേ. എന്നിട്ടെന്തുവാ, പിള്ളേർ പരിപാടി തുടങ്ങി. തുണി എടുത്തുണ്ടോ? തുണിയൊക്കെ ആദ്യം പഠിച്ച് വണ്ടി കൊണ്ട് വെച്ചില്ലേ. അതെന്താ അങ്ങനെ ചെയ്തേ? അതെന്താ അങ്ങനെ ചെയ്തെന്ന് അവരോട് പോയി ചോദിക്കണം. പിള്ളേർക്ക് അച്ഛാ ദേഷ്യപ്പെടല്ലേ. എന്നിട്ടെന്താ, അവൻ ആളുടെ ധൃതിക്കാരനാ. അവനിപ്പം പരിപാടി നടത്തണം. അപ്പം അവള് പറയുന്നുണ്ട്, ഇന്ന് അവസാനത്തെ ദിവസമാ, വേണ്ട വേണ്ട. എന്തിന്റെ അവസാന ദിവസം? മാസം അറിയേ. എന്നിട്ട് അവൻ അവള് പറയുന്നത് കേട്ടോ? എവിടുന്ന്? അവൻ മൂപ്പൂച്ച് നിൽക്കുകയല്ലയോ. അവൻ ആളൊരു വ്യാഘ്രമാണ്. വ്യാഘ്രമല്ല, ശീഘ്രം. അവനേ ബലവാനല്ല, ബാലൻ. പക്ഷേ ആ പെണ്ണ് ആളൊരു രസ്യത്തിയാണ്. താനിപ്പോൾ ചിരിച്ചില്ലയോ, അതിനൊക്കെ മുഴക്കമുള്ള ചിരി അവളൊക്കെ ചിരിച്ചു. അത് കേട്ട് അവനങ്ങ് ഊമ്പിപ്പോയി. എന്നിട്ടേ അവൻ്റെ ചോര പറ്റിയ പൂച്ചാണ്ടി നോക്കിയിട്ട് അവൾ പറയുക, ഇതിപ്പോൾ പെറ്റിട്ട കുഞ്ഞിനെ പോലെ ഉണ്ടല്ലോ. ആ ചെറുക്ക് തിരിച്ചോ? ആ രസികൻ അവൻ എഴുതി പോകാൻ പോയി. അപ്പോൾ അവൾ അവനെ ഉറുപ്പടക്കം ഒന്ന് പിടിച്ചു, നെഞ്ചത്തോട്ട് കയറി കിടന്നു. എന്നിട്ട് പറയുക, കുറച്ചുകൂടെ സ്നേഹിച്ചിട്ട് പോയാൽ മതി. ആ ഇന്നലെ കഴിച്ച പന്നി വയറ്റി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്നാലും ഇതുവരെ കഴിച്ചില്ലേ? പോവാം. വൈകുന്നേരം അമ്പലത്തെ ചുറ്റുകളൊക്കെ ഉള്ള. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. നിനക്കല്ലായിരുന്നു ഇവിടെ വരാൻ നിർത്തി. ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞ പണിയാവും. എന്നിട്ട് ഈ പേടിയൊന്നും കണ്ടില്ലല്ലോ എത്ര നേരം. നീ പറയുന്നേക്ക്.
ആരാ? കുട്ടൻ്റെ അമ്മ ഞാനാ, ജോസ്. വാസുവേട്ടൻ വിളിച്ചാർന്നേ. ദേ ഇപ്പൊ വരും, കക്കൂസെ പോയേക്കുവാ. കുട്ടൻ്റെ അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എൻ്റെ ജോസേ, നീ ഈ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എന്നോട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണ്ട. ആ ജോസേ, ഇരിക്കടാ, ഞാൻ പോരാ. ഓ, രണ്ട് ഫോണിനും കൂടെ 7000 രൂപയെ ജോസ് വന്നുള്ളൂ. കുറച്ചുകൂടെ തരായിരുന്നു. അതെ, ആ നിങ്ങൾ എന്നാത്തിനാ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും തുണി എടുത്തോണ്ട് പോന്നേ? ചുമ്മാ ഒരു രസം. എനിക്കിപ്പോ തുണിയില്ലടാ, നീ ഉടുപ്പിക്കോ. നീ ഇവിടെ ഇരുന്ന് കരഞ്ഞോ, ഞാൻ പോവാ.